പിണറായി വിജയനെ അവന്റെ കാലാവധി കഴിഞ്ഞെല്ലാം കൈകടത്തി. ഇവിടെ കുറച്ച് എരപ്പാളിമാര് പറയുന്നു മോദിക്ക് കുത്തിക്കൊടുക്കാനെന്ന്. ഒരു കുപ്പി ബ്രാൻഡിയിൽ 9 കുപ്പി വെള്ളവും ചേർത്ത് അവന് കൊടുത്തിരുന്ന അതുകൊണ്ട് താമരയ്ക്ക് കുത്തും. ഈ പശുവിന്റെ മൂത്രവും ചാണകം കഴിക്കണമായിരിക്കും ഇവിടെ അറിഞ്ഞൂടെ അവർ ചുമ്മാ നുണ പ്രചാരണം. രണ്ട് കമ്മ്യൂണിറ്റികളെ തമ്മിൽ പരസ്പരം അടുപ്പിച്ച് ഇവിടെ കാണിക്കുന്ന അത് തന്നെയാണ് അവിടെയും മോദി കാണിക്കുന്നത്. ഗവൺമെന്റ് ജോലിക്കാർ കുഴപ്പമില്ല, തട്ടിമുട്ടി പോകും. പക്ഷെ അതേ മത്സ്യത്തൊഴിലാളി എങ്ങനെ പോകും? ഇല്ല, അയാൾ കൂടെ ഒട്ടും സാധ്യത. എന്താണ്ട് ഇവിടെ പെൻഷനും പോലും 8 മാസമായി പാവങ്ങൾക്ക് കിട്ടുക. ഇയാൾ ഒരു വാട്ടുണ്ട്, അത് ആർക്ക് കിട്ടുകൊടുത്ത് അവർ ജയിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ ജയിച്ചു തീർന്നാൽ വോട്ടുകാരെ ജയിപ്പിച്ച് ഞങ്ങൾക്ക് എന്തോരം നേട്ടം തന്നു. ഒരു നേട്ടവും ഞങ്ങൾക്കില്ല. ഇവിടെ വികസനം വന്നില്ലെങ്കിൽ അവരെ വീട്, അതായത് വലിയ തുടക്കത്ത് ആരാണോ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് അവരെ വീട് കയറി. ഞങ്ങൾക്ക് ആരെയും വിശ്വാസമില്ല. ഇപ്പോഴും ഇലക്ഷൻ വരുമ്പോൾ അപ്പ അമ്മ എന്ന് പറഞ്ഞ് ഭിക്ഷ ചോദിച്ചോണ്ട് പോകും, പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. അവർക്കല്ല ഇത് കൊടുക്കാതെ ഇവർ ഞങ്ങൾ ഇലക്ഷനിൽ നിൽക്കുന്നത്. എന്തിനാ നിൽക്കുന്നേ? കുടുംബം വളർത്താൻ നിൽക്കുന്ന ആർക്ക് വോട്ട് ചെയ്യൂല. നമസ്കാരം. കാലാവസ്ഥയുടെ ചൂട് ഒട്ടും കുറവല്ല. അതിനൊപ്പം തിരഞ്ഞെടുപ്പ് ചൂടും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ്, തീരദേശ മേഖലയിലാണ്. തീരദേശത്തെ ആൾക്കാർ, കടലിൻ്റെ മക്കൾ ആർക്കൊപ്പമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിൽക്കുക? കണ്ടറിയേണ്ട കാഴ്ചകൾ തന്നെയാണ്. തീരദേശത്തെ വോട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ. നമുക്ക് കടലമ്മയുടെ മക്കളുടെ മനസ്സ് എന്താണ് എന്ന് ചോദിച്ച് അറിയാം. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ളത് ഡോക്ടർ ശശി തരൂർ സാറാണ്. 15 വർഷം കൊണ്ട് ഈ മണ്ഡലങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് സാമാന്യ ബോധമുള്ള ജനങ്ങൾക്കറിയാം. നല്ല ചോറ് കഴിക്കണം, നല്ല വെള്ളം കുടിക്കണമൊക്കെ അതിൻ്റെ ബോധ്യം അറിയാം. ഇവിടെ ഈ 15 വർഷം കൊണ്ട് പുള്ളി നല്ല കാര്യങ്ങൾ ചെയ്തു. പിന്നെ പശുവിൻ്റെ മൂത്രവും പശുവിൻ്റെ ചാണകം കഴിക്കണമാർക്ക് അറിഞ്ഞുകൂടെ ഇവിടെ എന്തിന് ചെയ്തിട്ടുണ്ടെന്ന്. അമ്മമാർ ചുമ്മാ നുണ പ്രചാരണം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. സാമാന്യ ബോധമുള്ള മലയാളികൾക്ക് ജനങ്ങൾക്ക് അറിയാം. ഇവിടെ UDF 20ൽ 20 ഈ പ്രാവശ്യം ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റാണ്. പാർലമെൻറ്റിൽ 2020 മത്സരമാണ് ഇവിടെ. സാധ്യത തരൂരിന് തന്നെയാണ്. തരൂർ ഒന്നും ചെയ്തില്ല എന്നുള്ള പ്രചാരണങ്ങളൊക്കെ അത് നുണ പ്രചാരണമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാമാന്യ ബോധമുള്ള മലയാളികൾ വെള്ളം കുടിക്കുന്നതും ചോറ് കഴിക്കുന്നവർക്ക് കാര്യങ്ങൾ അറിയാം. ഈ പശുവിൻ്റെ മൂത്രവും ചാണകം കഴിക്കണമായിരിക്കും ഇവിടെ അറിഞ്ഞൂടെ അവർ ചുമ്മാ നുണ പ്രചാരണം കഴിക്കണം. ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. മണിപ്പൂരിൽ കലാപം നടക്കുകയാണ്, 1 വർഷം അടുപ്പിച്ചായി. ഇതായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അവിടെ പോകാനുള്ള സമയമല്ല. അയാൾ വേൾഡ് മൊത്തം കറങ്ങിക്കൊണ്ട് നടക്കണമല്ല. നമ്മളെ സൗകര്യമാരെ റോട്ടിയിട്ട് ബലാസം ചെയ്ത് ചുട്ട് കൊന്നിട്ടുണ്ട്, പള്ളികൾ ആക്രമിച്ചിട്ടുണ്ട്, നമ്മളെ അച്ഛന്മാരെ ആക്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് 1/2 മണിക്കൂർ പോയി അവരെ ഒന്ന് മനസ്സ് ഒരു ശാന്തമാക്കാനുള്ള കഴിവ് അയാൾക്കില്ലേ? അത് ഇവിടെ തീരദേശത്ത് ഉണ്ട്. ഒരു വീഡിയോ സോഷ്യൽ മീഡിയ വഴി വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ മത്സ്യത്തൊഴിലാളി ഈ മണിപ്പൂർ വിഷയം അത് ചർച്ചാ വിഷയമാകുമോ ഈ തെരഞ്ഞെടുപ്പ്? തീർച്ചയായിട്ടും 100% അതാണ് ഞാൻ പറഞ്ഞത്. സോഷ്യൽ മീഡിയ ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഒരു മാതാവിൻ്റെ ഫോട്ടോ അടിച്ചു പൊട്ടിക്കണതാണ്. ഭയങ്കര അത് ഒരു ക്രിസ്ത്യാനി, സാമാന്യ ബോധമുള്ള ക്രിസ്ത്യാനി സ്നേഹിക്കുന്നവർ ഒരിക്കലും BJPക്ക് വർഗീയവാദിയൊക്കെ വോട്ട് കൊടുക്കില്ല. എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല, അയാൾ കൂടെ ഒട്ടും സാധ്യത. എന്താണ്ട് ഇവിടെ പെൻഷനും പോലും 8 മാസമായി പാവങ്ങൾക്ക് കിട്ടുക. ഇയാൾ 3 വർഷം ഇവിടെ ഇരുന്നിട്ട് ഇയാൾ കണ്ടം വഴി ഓടിയ ആളാണ്. അയാൾക്ക് ഇവിടെ ഒരു സാധ്യതയില്ല. ഇവിടെ ശശി തരൂരിന് 1 ഭൂരിപക്ഷത്തിൽ 1.5 ലക്ഷം 2 ലക്ഷം വരെ വോട്ടിൽ റെക്കോർഡിലൂടെ ജയിക്കും. തീരദേശ മേഖല ആർക്കൊപ്പമായിരിക്കും? തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ഇവിടെ അമ്മമാരോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുമ്പോൾ അവർക്ക് ഇതുവരെയായിട്ട് പെൻഷൻ 8 മാസമായിട്ട് പെൻഷൻ മുടങ്ങി കിടക്കുകയാണ്. ഇപ്പോൾ 1 മാസം പലർക്കും കൊടുത്തെന്ന് പറഞ്ഞു. പക്ഷേ മേഖലയിലെ കുറേ ആൾക്കാർക്ക് ആ 1 മാസത്തെ പെൻഷൻ പോലും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഉപജീവനത്തിൽ നിങ്ങളെന്നാലോചിക്കും, ഈ പൊരി വെയിലത്ത് ഇവർ ഇത്രയും നേരം കഷ്ടപ്പെട്ട് ഒരു ദിവസം കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള പൈസയാണ്. അപ്പോൾ അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ പെൻഷൻ മുടങ്ങി കിടക്കുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ളൊരു വികാരം ഇപ്പോൾ ഭരിക്കുന്നവർക്ക് എതിരായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും ഒരു വോട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല. അതുപോലെ നമ്മുടെ വലിയതുള്ള പാലം എന്ന് പറയുന്നത് നിങ്ങൾ മുമ്പ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ചെറിയ ചെറിയ ചൂണ്ടയും ഇതൊക്കെ ആയിട്ട് വന്ന് ഡെയിലി മീൻ പിടിച്ച് ഉപജീവനം നടത്തുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ. അപ്പോൾ അവരുടെ ഉപജീവനം മുട്ടി നിൽക്കുകയാണ്. അതുപോലെ ഒരാൾ ഈ പാലം തകർന്ന അന്ന് തന്നെ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം വികാരപരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു പാലം പുനർനിർമ്മിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആകെ ഇവിടെ സമരം ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടി മാത്രമാണ്. ഇവിടെ ബീച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മളൊരു സമരം നടത്തി എത്രയും വേഗം ഈ പാലം പുനർനിർമ്മിക്കുക, അതുപോലെ ഞങ്ങളുടെ അവകാശങ്ങൾ
പറയാലോ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില കൂടിയിട്ടുണ്ട്, പെട്രോൾ വില മോദിയുടെ പെട്രോൾ വില കൂടിയിട്ടുണ്ട്, ഗ്യാസ് വില കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജീവിക്കാനേ നിവൃത്തിയില്ല, അതിലൂടെ സാധനങ്ങളുടെ വില കൂട്ടുന്നു, വലിയ രീതിയിൽ ചൂഷണം ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ കേരളം മൊത്തം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചൂഷണം അനുഭവിക്കുന്ന മേഖല തീരമേശ മേഖല. നിങ്ങൾ ഈ പൊരി വെയിലാണ്, ഇവർ ഇത്രയും ആൾക്കാർ നിങ്ങളിപ്പോൾ കണ്ട ആൾക്കാരല്ല, ഈ പൊരി വെയിലത്ത് ചുറ്റും കൂടി നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ സഹായിക്കുക, അവരെ എന്ത് ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള ആനുകൂല്യം കൊടുക്കുക, അവർ പറയുന്ന അവരുടെ വാക്കുകൾ കേൾക്കാനുള്ള ഒരു സാഹചര്യമെങ്കിൽ നേതാക്കന്മാർ, നമ്മുടെ ഭരിക്കുന്ന ആൾക്കാർ, കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന ആൾക്കാർ കൊണ്ടുവരിക. അതേപോലെ നമ്മുടെ മോദി ഇറക്കിയിട്ടുള്ള ഇവിടുത്തെ NDA സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഇവർ ക്രിസ്ത്യൻ മേഖലയിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് വലിയ രീതിയിലുള്ള സ്നേഹം അവർ കാണിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ അവർ ക്യാമറയെ കൊണ്ടുവന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് മോദി. അപ്പോൾ ഈ സ്നേഹം ഈ ക്രിസ്ത്യൻസിൻ്റെ അടുത്ത് ഇവിടെയുള്ള ക്രിസ്ത്യന് തോന്നിയ സ്നേഹം മണിപ്പൂരുള്ള ക്രിസ്ത്യൻസിനും കൂടെ അവരോടും കൂടെ കാണിക്കണം എന്നൊരു അപേക്ഷയുണ്ട്. കാരണം അവിടെ ഇപ്പോഴും അരക്ഷിതാവസ്ഥയാണ്. ഞാൻ അവിടെ നേരിട്ട് പോയി കണ്ടിട്ടുള്ള ഒരാളാണ്. വളരെ രീതിയിലൊരു ഭീകര അന്തരീക്ഷമാണ്. രണ്ട് കമ്മ്യൂണിറ്റികളെ തമ്മിൽ പരസ്പരം അടുപ്പിച്ച് ഇവിടെ കാണിക്കുന്ന അത് തന്നെയാണ് അവിടെയും മോദി കാണിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിൽ നൂറുകണക്കിന് ആൾക്കാർ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനെല്ലാം ഉത്തരവാദി ഗവൺമെൻറ് തന്നെയാണ്. ആ ഗവൺമെൻറ് പിരിച്ചുവിട്ട് പുതിയൊരു ഗവൺമെൻറ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവിടെ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരണം. ഇപ്പോൾ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരണമെന്ന് പറഞ്ഞ് മോദി നിൽക്കുകയാണ്. ഡൽഹിയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കൊണ്ടുവരേണ്ടത് മണിപ്പൂർ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരണം, അവിടെ തിരിച്ചു പിടിക്കണം, അവരെ സംരക്ഷിക്കണം. അതോടൊപ്പം ഞങ്ങളുടെ ഇവിടുത്തുള്ള ആൾക്കാരുടെ ആവശ്യം കൂടെ സംരക്ഷിക്കണം. ഇത് മാത്രമാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അമ്മച്ചി ആ കച്ചവടങ്ങൾ ഇതല്ലേ, ഞങ്ങളുടെ ജീവിതങ്ങൾ പാലം കൊണ്ടായിരുന്നു. ഇപ്പം പാലമില്ല. രാജീവ് ഗാന്ധി ഭരിച്ച കാലത്ത് ഞങ്ങൾക്ക് നല്ല ഒന്നില്ലെങ്കിലും കോൺഗ്രസ് നീറ്റായിട്ട് പ്രവർത്തിച്ചിരുന്നു. വോട്ട് ചെയ്യാ തീർച്ചയായിട്ടും വിജയം നേടും, അവർ ഡബിൾ വിജയം നേടും. പക്ഷെ ബെലാനി എന്ന് പറഞ്ഞ കുട്ടി കോൺഗ്രസ് എന്നതാണ് വാർത്തയിൽ കൂടെ പറയാത്തതാണ് ഞാൻ പറയുന്നത്. ഇത്തവണ ആർക്കായിരിക്കും വിജയ സാധ്യത? എൻ്റെ അറിവിൽ കോൺഗ്രസ് തന്നെ പോകും. ആ കൊച്ചുമോൻ തന്നെ വിജയിക്കണം. രാജീവ് ഗാന്ധിയുടെ മകൻ പൊടിമോൻ തന്നെ ജയിക്കും. തരൂരിനാണ് വോട്ട് ചെയ്യുക. നമ്മുടെ ഈ രാജീവ് ഗാന്ധിയുടെ മോൻ നിൽക്കുന്നില്ലേ, അവന് ചെയ്യും, അല്ലാതെ വേറെ ആർക്കും വോട്ട് ചെയ്യില്ല. പറഞ്ഞ മനസ്സിലായ? ഞങ്ങളുടെ പാലം തകർന്ന് 2 പാർട്ടികളെ ഇത്രയും നഷ്ടപ്പെട്ടിട്ട് പോലും ഇതുവരെ എന്തെന്ന് നോക്കുന്നില്ലല്ല. ഇവിടെ തരൂരല്ലേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി? തരൂര് തന്നെ. എന്നാലും കോൺഗ്രസ് അല്ലേ ജയിക്കണം. പിന്നെ ഇതൊക്കെ ചാരത്തിന് വേണ്ടി കളറിന് വേണ്ടി ബാക്കിൽ നടക്കാം. ഞങ്ങളെപ്പോലെയുള്ള അമ്മമാരും ഞങ്ങളുടെ മനസ്സാക്ഷി അറിഞ്ഞ് ചെയ്യും. അതാണ് തീർച്ചയായിട്ടും. മനസ്സിലായില്ലേ? ഈ ആര് ഭരിച്ച കാലത്തിലും ഈ തുറമുഖം പോയപ്പോൾ ഒക്കെ ഉണ്ടാ ഞങ്ങൾ എത്രയോ അംഗങ്ങൾ ജീവിക്കുന്ന പാലം എന്നറിയാത്. ഇന്ന് എത്രയോ അംഗങ്ങളുടെ ഭാവി നഷ്ടപ്പെടും എന്നറിയാം. തരൂരിനെ ജയിക്കണം, കോൺഗ്രസിന് ജയിക്കണം, തീർച്ചയായും ജയിക്കണം. അമ്മച്ചി പറയുന്നത് തരൂര് തന്നെ ജയിക്കണം എന്നാണ്. വിജയം ആർക്കാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനിയും ഒരു വട്ടം കൂടെ നമ്മുടെ കോൺഗ്രസ് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തേ? അതെ, അങ്ങേര് കോൺഗ്രസിനാണെങ്കിൽ അങ്ങേര് ഈ ഭരണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ. പക്ഷെ ഒരു വട്ടം ഇന്ദിരാഗാന്ധിയുടെ പാരമ്പര്യം വന്ന് ഭരിക്കണം. ഇനിയും ഇങ്ങനത്തെ നാശങ്ങൾ ഉണ്ടാകരുത്. കാരണം ഇങ്ങനത്തെ ഭരണങ്ങൾ ഇപ്പോൾ വേറെ ഭരണങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ് നമ്മുടെ അദാനിക്കൊക്കെ വിറ്റ് ഒരുപാട് നഷ്ടങ്ങളുണ്ടായത്. അപ്പം ഇനി ആ നഷ്ടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടി ഇനി ഒരിക്കൽ കൂടെ നല്ലൊരു ഭരണം വരണമെന്ന് ഈ മത്സ്യത്തൊഴിലാളിയായ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആ വരണമെന്ന് ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് നല്ലത് തരണമെന്നും ആഗ്രഹിക്കുന്നു. അദാനിക്ക് വിട്ടത് കൊണ്ടാണ് ഈ നിങ്ങൾ തരൂരിന് നഷ്ടം മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ വേറെ എന്ത് ഗുണമുണ്ട്? കടലിനായിരുന്നാലും മത്സ്യത്തൊഴിലാളികൾക്കായിരുന്നാലും ഗവൺമെന്റ് ജോലിക്കാർ കുഴപ്പമില്ല, തട്ടിമുട്ടി പോകും. പക്ഷെ അതേ മത്സ്യത്തൊഴിലാളി എങ്ങനെ പോകും? ഈ പാലം ഇടിഞ്ഞു കിടക്കുക. ഇന്ന് എന്തെങ്കിലും ഗുണമുണ്ടോ അതിന്? ഭരിക്കുന്നവരാരെങ്കിലും വല്ല തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെയാണ് നഷ്ടം. ഞങ്ങളുടെ ഒരു വോട്ടിന് അവർ വില കൽപ്പിക്കുന്നെങ്കിൽ നല്ല ഭരണം വരണം. രാജീവ് ഗാന്ധിയുടെ ഭരണം വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വോട്ട് ചെയ്യില്ലേ?
വോട്ട് ചെയ്യും. നമ്മൾ പാരമ്പര്യം ഇതായിരുന്നു, കൈപ്പത്തിയിലായിരുന്നു. ഇപ്പോഴാണ് ഇടയ്ക്ക് എല്ലാവരും കൂടി ചേർന്നൊക്കെ മാറിയത്. എന്താതായ ഞങ്ങൾക്ക് ഒരു സഹായം അവർ തന്നിട്ടില്ല. ഒരു സഹായം തന്നെങ്കിൽ ഞങ്ങൾ പറയാം, അയ്യോ അവർ ഇന്ന സഹായം ചെയ്തിട്ടുണ്ട്. ഒരു ഭവനം പൊട്ടിക്കിടന്നപ്പം ചെന്ന് അപേക്ഷ കൊടുത്തതിന് അപേക്ഷ കൊടുത്ത് അന്വേഷിച്ചിട്ട് വന്നിട്ട് ഇതുവരെ അതിൻ്റെ ഒരു മറുപടി എനിക്ക് തന്നിട്ടില്ല. ആ പൊട്ടി ഞങ്ങളുടെ അത്ര അകത്ത് കിടന്നിട്ട് അവർ ഒരു നടപടി എടുത്തിട്ടില്ല. അപ്പം ജനം മരിക്കട്ടെന്നല്ലേ അവർ കണക്കാക്കുന്നത്. അവർ ജയിച്ച അവരെ ഇത് കൊണ്ട് പോകണം. പിന്നെ പുതിയ ഭരണം വന്ന് ഇവിടെ ഞങ്ങൾക്ക് സഹായം വരട്ടെ, ഞങ്ങൾക്ക് അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ പുതിയ ഭരണം ഇപ്പം ഈ ആദ്യം ഇരുന്ന ആളാണ് വരേണ്ടത്. ഞങ്ങൾക്ക് പന്നിന്ന് ഞങ്ങൾക്കറിയാം എങ്ങനെ പോകുന്നു. ശരിക്കുള്ള പേര് വേണം അവരോട് പറയേണ്ടത്. അപ്പോഴേ അവർക്ക് ഗാന്ധിന്റെ പാർട്ടി എന്നാണ്, ഇന്ദിരാഗാന്ധിയുടെ പാർട്ടി വരണം എന്നാണ് പറയുന്നത് ശരിക്കും. പക്ഷേ ഇപ്പം നിൽക്കുന്ന തരൂരിന് കോൺഗ്രസ് ആണ്, അയാൾ ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയാണ്, ഇല്ലയെന്നല്ല. പക്ഷേ അവർ എന്താണ് ഏതാണെന്ന് ശരിക്കും മത്സ്യത്തൊഴിലാളികൾക്ക് ഏകദേശം അറിയില്ല. അപ്പം അത് അറിയേണ്ട രീതിക്ക് നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ പേര് വേണം അവിടെ വരേണ്ടത്. അപ്പോഴേ കറക്റ്റായി വരത്തുള്ളൂ കാര്യങ്ങൾ. എന്തായാലും വികാരപരമായാണ് ഇവർ സംസാരിക്കുന്നത്. ഇവർ ഇന്ദിരാഗാന്ധി വരണമെന്നാണ് പറയുന്നത്, അതായത് ശശി തരൂർ വരണമെന്നാണ് പറയുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ തരാം. കച്ചവടത്തിലാണ്. ഓ കച്ചവടം ഇവിടെ ഇല്ല, ഇവിടെ കച്ചവടം ഇവിടെ ആള് പോലെ ഇറങ്ങുന്നില്ല. ജീവിക്കാൻ വഴിയില്ലാതെ കിടക്കുന്നു ജനങ്ങള്. വയറുവേശം മക്കളൊക്കെ കരയുന്നു, പട്ടണി കിടന്ന് ചാവുന്നു. വരവേ ഇല്ല, കടലിലൊന്നും ഇല്ല. ഒന്നും ഇല്ലായിരുന്നാലും ഇവിടെ കച്ചവടം ആളിറങ്ങാൻ വഴിയില്ല, ഒരു വഴിയില്ല. നിവർത്തിയില്ലാതെ കിടക്കുന്നു. എന്ത് ചെയ്യാൻ വേണ്ടി? എന്തറിയാ, നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കാൻ വഴിയില്ല. ഇവിടെ ജീവിക്കാൻ വരുമ്പോൾ ജനങ്ങളുടെ വായിലതെല്ലാം അത് കേൾക്കണം. ഈ വാങ്ങിക്കാൻ വരുന്നവരുടെ വായിൽ കേൾക്കണം. നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ചീത്ത പറയാം. അവരെ ക്ഷേമം മുട്ടി വന്ന അത്രയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. പുല്ല് പറയണം. ഇത്തവണ വോട്ട് ചെയ്യോ? വാട്ടിന് ഒരു വാട്ടുണ്ട്, അത് ആർക്ക് കിട്ടുകൊടുത്താൽ അവർ ജയിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ ജയിച്ചു തീർന്നാൽ അവരവരതായ കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ. പാവങ്ങളുടെ അടുത്ത് വന്ന് ഒരു വാട്ട് തന്നിട്ട് പറയും, ഈ വാട്ട് ഞങ്ങൾ കിട്ടുക, ജയിച്ചു തീർന്നാൽ നിങ്ങൾക്ക് തരേണ്ടത് ഞങ്ങളത് നോക്കാം. പക്ഷെ അവർ ജയിച്ചു തീരുമ്പോൾ അവരെ സഹോദരങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, പാവപ്പെട്ടവർ എങ്ങനെ കഴിഞ്ഞാലും അവർ തിരക്കത്തില്ല. എന്ത് സംഭവിച്ചാൽ പോലും അവർ തിരിഞ്ഞു നോക്കാൻ വരത്തില്ല. ഒരു മരണം ചത്ത് കിടന്നാൽ അവർ തിരിഞ്ഞു നോക്കാൻ വരത്തില്ല. അങ്ങനെയുള്ള ജലഷൻ ഇത് പാർട്ടിക്കാരാണുള്ളത്. ആർക്കായിരിക്കും പിന്നെ വിജയിക്കാൻ സാധ്യത? ആര് ജയിച്ചാലും നമുക്ക് നല്ലത് തന്നെ, നല്ലത് വന്നാൽ മാത്രം മതി. ആര് ജയിച്ചാലും നാട്ടിന് നല്ലത് വരണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആര് ജയിച്ചിരുന്നാലും നാട്ടിന് നന്മ ചെയ്യുക, അങ്ങനെയുള്ളവർ ജയിച്ചാലേ പാടുള്ളൂ. വല്ല വാക്കിന് വോട്ട് മേടിച്ച് വോട്ട് കിട്ടും, അവർ ജയിച്ചിട്ട് അവരുടേതായ സിമ്പതികളെ മാത്രം നോക്കിയാൽ പോരാ. ഇല്ലാതെ ഇറ്റലിരിഞ്ഞ് കിടക്കുന്ന പാവങ്ങളെ നോക്കണം. നമ്മളതേ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല സഹോദരൻ. അത് മാത്രം ചെയ്താൽ മതി. പാവങ്ങൾ എങ്ങനെ നശിച്ച് കിടന്നാലും അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് കണ്ടിട്ട് കാണാത്തവർക്ക് പോരും. വണ്ടി ഇടിച്ച് കിടന്നാൽ മന്ത്രി പോയി കഴിഞ്ഞാൽ കണ്ടിടിച്ച് കിടന്നാൽ അവർ കണ്ടിട്ട് കാണാത്തവർക്ക് പോയി കളയും. അങ്ങനത്തെ മന്ത്രിയാണ് ഇന്നത്തെ നാട്ടിലുള്ളത്. ജയിച്ചവൻ തോറ്റവനെ പറയുന്നു, തോറ്റവൻ ജയിച്ചവനെ പറയുന്നു. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടിയില്ല, ഞങ്ങൾ ജോലിയായി ഞങ്ങൾ തിന്നുന്നു. ആര് ജയിച്ചാൽ ആര് തോറ്റാന്ത് ഞങ്ങൾക്ക് പരാതിയില്ല. പൊതുമക്കളെ ആർക്കും കണ്ടുകൂടാ. ജയിക്കുന്നവർ പറയും അവനല്ലേ ജയിപ്പിച്ചു വിട്ട്. ജയിക്കുന്നവർ വാരി എടുത്തോണ്ട് പോകും, കയ്യിൽ കിട്ടുന്നത്. തോക്കുന്നവർ വാരി എടുത്തോണ്ട് പോകും. തമ്മിൽ പൊതുജന മക്കൾ ഞങ്ങൾ ഇവിടെ വെള്ളം ഇല്ലാണ്ട് കിടന്ന് കഷ്ടപ്പെടുന്നു. നിങ്ങളടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തലയ്ക്കറിയില്ല. നിങ്ങൾക്ക് വോട്ട് മാത്രമേ മതി. പൊതുജന മക്കൾ നിങ്ങൾക്ക് വേണ്ട. പൊതുജന മക്കൾ വോട്ടിട്ടാണ് നിങ്ങളൊക്കെ ജയിക്കുന്നത്. പൊതുജന മക്കൾക്ക് നിങ്ങളെ കൊണ്ട് എന്തൊരു പ്രതിഫലം? ഒരു ഫലവുമില്ല. 8 മാസം 9 മാസം ആവുന്നു. ഈ പൈസ നമ്മമാർക്ക് പെരിച്ചാൻ കൊടുക്കാൻ വരാം. അപ്പണമങ്ങൾ വെച്ച് നിങ്ങൾ എന്തറിയെന്ന് കടല വരെ വിറ്റിന്ന്. ഞങ്ങളിവിടെ ഈ മത്സ്യത്തൊഴിൽ ഞങ്ങൾ പാടം വരെ ഒടിഞ്ഞ് ഞങ്ങൾ ആണുങ്ങൾ എവിടെ പോയി ജീവിക്കും? ഈ കർക്കിടത്തിൽ ആരും ജോലിക്ക് പോകത്തില്ല. ഈ പാലം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ വരുമാനം ഒന്നുമില്ല, ഞങ്ങൾക്ക് വേറെ തൊഴിലൊന്നുമില്ല. ഞങ്ങൾ ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് സഹോദരൻ. ഞങ്ങൾ വോട്ട് ചെയ്ത് കൊടുക്കും. ഞങ്ങൾക്ക് ഈ പാലം കെട്ടിയില്ലാതെ ഞങ്ങൾ വോട്ട് ചെയ്ത് കൊടുക്കില്ല. അല്ലെങ്കിൽ 1 6 വരെ എത്തിത്തരണം. 2 തീരുമാനിക്കണം. വേറെ ഞങ്ങൾക്ക് വരുമാനം ഇല്ല. ഞങ്ങൾ ഇതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞങ്ങൾക്ക് ഐസ് മീൻ വിൽക്കാൻ പാടില്ല. ഞങ്ങൾക്ക് ഈ മത്സ്യം ഇവിടെ നിന്ന് മീനെടുത്ത് ഇവിടെ തന്നെ ഞങ്ങൾ വിൽക്കണം. ഞങ്ങൾക്ക് വേറെ വരുമാനം ഒന്നുമില്ല. ഞങ്ങൾക്ക് ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ സഹോദരൻ ഞങ്ങൾക്ക് ഈ ഇതിൽ കിട്ടിയാൽ തന്നെ ഞങ്ങളുടെ വായിൽ വെള്ളം
ഞങ്ങൾക്ക് വേറെ വരുമാനം. പാലം കെട്ടാതെ വോട്ട് ചെയ്യില്ല വോട്ട് ചെയ്യില്ല, ഞങ്ങൾ ചെയ്യില്ലെന്ന് വെച്ചാൽ ചെയ്യുള്ളൂ. ഞങ്ങൾക്ക് ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വോട്ടുകാരെ ജയിപ്പിച്ച് ഞങ്ങൾക്ക് എന്തോരം നേട്ടം തന്നു. ഒരു നേട്ടവും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ഒരു നേട്ടവും ഇല്ല. ഇവർ വോട്ട് ജയിക്കുന്നു, വന്ന് വാങ്ങിച്ചോണ്ട് പോകണം, വോട്ടുകൾ വാങ്ങിച്ചോണ്ട് പോകണം. ഞങ്ങൾക്ക് എന്തൊരാണ് നേട്ടം? ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ ഈ ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ വരുമാനം ഒന്നുമല്ല ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടുത്തെ പാലം കെട്ടിത്തരണം, അല്ലെങ്കിൽ ഒന്നിലും ആർബർ കെട്ടിത്തരണം. ഇത് രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ ഞങ്ങൾ ആർക്കായാലും വോട്ട് ചെയ്ത് കൊടുക്കും. എന്താണ് ചെയ്തത്? ഞങ്ങളുടെ ശശി തരൂർ 3 വട്ടം നിന്ന് ഇവിടെ ഒരു വികസനം വന്നിട്ടില്ല. അയാൾ മത്സ്യത്തൊഴിലാളികളെ കാണുമ്പോൾ പുച്ഛമാണ്. അതുപോലെ തന്നെ ആന്റണി രാജു ഞങ്ങളുടെ ഇടവക വിളിച്ച് പറഞ്ഞാണ് ഞങ്ങളിലൊരു സഹോദരനെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തു, അതും പോയി. എല്ലാവരും വന്ന് വോട്ടിന് മുമ്പ് വരുന്നു, നിങ്ങൾക്ക് ഞങ്ങൾ തരാം, ഞങ്ങൾ ശരിയാക്കാം. എവിടെ ശരിയായി? എന്ത് ശരിയായി? മത്സ്യത്തൊഴിലാളികൾക്ക് നിങ്ങൾ എന്താണ് ചെയ്തത്? ഞങ്ങളെ കാണിക്ക്. നിങ്ങളൊരു നോട്ടീസ് കഴിഞ്ഞ വർഷം അടിച്ചോടിച്ചല്ലോ, നിങ്ങൾ കാണിക്കും. ഞങ്ങൾക്ക് മത്സ്യമേഖലയിൽ തീരമേഖലയിലുള്ള ജനങ്ങൾക്ക് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ഞങ്ങളടുത്ത് കാണിച്ചതാ. അപ്പം ഞങ്ങൾ വോട്ട് ചെയ്ത് തരാം. കാണിച്ച ഇപ്പം ഞങ്ങൾക്ക് വേണ്ടത്, ഇപ്പം ഞങ്ങളുടെ ഉപജീവന മാർഗമാണ് നഷ്ടപ്പെട്ടത്. ഒന്നെങ്കിൽ പുളിമുട് നിർമ്മിക്കുക എത്രയും വേഗം, ഇല്ലെങ്കിൽ ആ പാലം താൽക്കാലികമായിട്ട് കർക്കിടക മാസം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെ 5000 രൂപയ്ക്കാണ് ഒരുത്തൻ പണി കൊണ്ടുവരികയാണെങ്കിൽ അവന് 10,000 രൂപയുടെ ചിലവ് വരും. കാരണം അവൻ വിഴിഞ്ഞത്ത് പോയാലേ അവൻ ഇങ്ങോട്ട് കരയ്ക്ക് വരാൻ പറ്റത്തുള്ളൂ. ജീവൻ പണയം വെച്ച് പോണതാണ്. ഇവിടെ 4 പേരെന്നാലേ ഒരാളെ കെട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൂടെ ഇല്ലാതെ എന്ത് ചെയ്യും? ഞങ്ങൾ ഒരു നാടകത്തിലൂടെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു, പാലം കുഞ്ഞിക്കൂനനെ പോലെ കിടക്കുകയാണെന്ന്. അതും ഞങ്ങൾ സ്വീകരിച്ചില്ല. തിരിച്ച് വീണ്ടും ഒരു നാടകം വെച്ചു, വീണ്ടും അതിന് കൂടെ അറിയിച്ചു, നിങ്ങൾ സ്വീകരിച്ചില്ല. അതിനാണ് ഇത് കിട്ടിയത്. നിങ്ങൾ എന്ന് അദാനിക്ക് തീരെഴുതി കൊടുത്തോ അന്ന് ഓഗി കർത്താവ് തന്ന അരുകുറയാണ് ഓഗി. തീരെഴുതി ഒപ്പിട്ടപ്പോൾ വന്നതാണ് ഓഗി. പണി തുടങ്ങിയപ്പോൾ സുനാമി വന്നു, ഒപ്പിട്ടപ്പോൾ സുനാമി വന്നു. പണി തുടങ്ങിയപ്പോൾ ഓഗി വന്നു. എത്ര ജനങ്ങളെയാണ് അവൻ എടുത്തത്? ഇന്നിതാ തീരമില്ല. ഇന്ന് മത്സ്യത്തൊഴിലാളികൾ പണിക്ക് പോകണില്ല. എൻ്റെ ഭർത്താവ് 200-100 രൂപ കൊണ്ടുവരുന്ന ആ വരുമാനം കൂടെ എനിക്ക് നിലച്ചിരിക്കുകയാണ്. അതുകൂടെ നിലച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണം? അപ്പം നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വരും. നിങ്ങൾ എന്തിനു മറ്റുള്ളവരെ പറഞ്ഞു വിട്ട് വോട്ട് ചോദിക്കുന്നത്? ഞങ്ങളുടെ ആൾക്കാരെ പറഞ്ഞിട്ട് നിങ്ങൾ വോട്ട് ചോദിച്ചാൽ ഞങ്ങൾ അവരെ വീട് അടിച്ചു പൊട്ടിക്കും. അവർക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടായിരിക്കും, അത് ഞങ്ങൾക്ക് വിശ്വാസമാണ്. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും ജയിച്ചു കഴിഞ്ഞ് നിങ്ങൾ വോട്ട് ഇവിടെ വികസനം വന്നില്ലെങ്കിൽ അവരെ വീട്, അതായത് വലിയ തുറക്കത്ത് ആരാണോ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് അവരെ വീട് കയറി കല്ലെറിഞ്ഞു പൊട്ടിക്കും. അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചില്ല. പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വോട്ടിന് മുമ്പേ വന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല. അതുകൊണ്ടാണ് ഇത്രയും ആതങ്കം മത്സ്യത്തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ എഗ്രിമെൻറ്റ് ചെയ്താൽ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു ഉറപ്പില്ല. കാരണം 15 കൊല്ലം ശശി തരൂരായാലും ആന്റണി രാജു ആയാലും പന്ന്യൻ രവീന്ദ്രനായാലും നിന്നിട്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ഒരു കൊച്ചു വന്ന് പറഞ്ഞ് 50 ലക്ഷം കൊടുത്തു കല്ലിറക്കാൻ വേണ്ടി. ഈ 50 ലക്ഷമല്ല 60 കോടി പ്രഖ്യാപിച്ചപ്പോൾ കൊടുത്തത് 50 ലക്ഷം രൂപ. ബാക്കി എവിടെ? ഏത് മത്സ്യത്തൊഴിലാളികൾക്ക്? ഫിഷറീസിൽ നിന്ന് ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോൺ തരുമെന്ന് പറഞ്ഞ് മെയിൻ കച്ചവടക്കാർക്ക് മത്സ്യഫണ്ട് ബുക്ക് വെച്ച് ഞങ്ങൾക്ക് തന്നത് 10,000 രൂപ. 10,000 രൂപ. അതിപ്പോൾ 6 മാസമായി അടച്ചു തീർന്നിട്ട് ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങൾ തിരിച്ചടവാണത്. ഫ്രീയാണ് പ്രഖ്യാപിച്ചത്, തിരിച്ചടവാണ് ഞങ്ങൾ കൊടുക്കുന്നത്. എന്താണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾ ചെയ്തത് എന്താണ്? നിങ്ങൾ ഞങ്ങളുടെ ഒരു ബോധിപ്പിച്ചു തരും. ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ഇന്ന ആൾ വഴിയായിട്ട് ചെയ്തിട്ടുണ്ട്, അവരെ ഞങ്ങൾക്ക് കാണിച്ചു തരും. ഞങ്ങൾ ചോദിക്കട്ടെ, എന്നിട്ട് വരി വോട്ടിന് ഞങ്ങൾ തരാം. എന്തൊക്കെ ആവശ്യങ്ങളാണ് ഈ നേതാക്കളോട് ഇപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, മത്സ്യക്കച്ചവടക്കാർ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനകൾ, മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന, അതുപോലെ തന്നെ പെൻഷൻകാർ ഒരുപാട് വേദന, വിധവകളാണ്, അനാഥരാണ്, ആരോരും ആശ്രയമില്ലാത്തവരാണ്. അവർക്ക് കൊടുക്കേണ്ട പെൻഷൻ നിങ്ങൾ അച്ചടിക്കുന്ന നോട്ട് എന്തരേന്ന്? നിങ്ങൾക്ക് എന്തൊരു പറയുമല്ലോ, യാത്രയ്ക്ക് പോകാനും ഫ്ലൈറ്റിൽ ഇറങ്ങി കയറാനും നിങ്ങളുടെ കാറ് 56 കാറിൻ്റെ കൂടെ, നിങ്ങളെ കാറിൻ്റെ കൂടെ 56 കാറ്. പിന്നെ ഭരിക്കുന്ന ആളുകൾക്ക് കറുപ്പ് കാണാൻ പാടില്ല. അതൊക്കെ എന്തിനാണ്? കറുപ്പ് കണ്ടാൽ നിങ്ങൾ എന്തൊരു വികസനമോ? ഞങ്ങൾ ഇനി കറുപ്പ് ഇടത്തുള്ളൂ. ഇനി ഇടുന്നത് മൊത്തം കറുപ്പായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ സ്വീകരിച്ചാൽ മതി. കറുപ്പ് തന്നെയാണ് ഞങ്ങൾ കറുപ്പാണ്. ഞങ്ങൾ ഇനി ഉടുക്കുന്നതും കറുപ്പായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വന്നാൽ മതി. അതുപോലെ ഇവിടെ നടക്കേണ്ട കാര്യങ്ങൾ ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ മാത്രമല്ല, മുതലപ്പൊഴിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. ഇന്നലെയാണ് അറിയുന്നത്. ഇന്നാണ് ഞങ്ങൾ അറിയുന്നത്. നിങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്, ഞങ്ങളെല്ലാവരും അവരുടെ കൂടെ ഉണ്ട്. വോട്ട് തരൂ, ഞങ്ങളുണ്ട്. വികസനം തരാം, വോട്ട് തരൂ, ഞങ്ങളവിടെ ഉണ്ട്. ആരാണ് ഉള്ളത്? ഞങ്ങളെ കൂടെ ആരുണ്ട്? ഞങ്ങൾ അവിടെ പോയി സമരം ചെയ്ത് ഞങ്ങളുടെ ഇടവ കൊണ്ടായിരുന്നു ഞങ്ങൾക്ക് ആ ഫ്ലാറ്റ് കെട്ടിത്തരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് തന്ന ഫ്ലാറ്റ് ഡാമേജാണ്. എന്നിട്ടും മനുഷ്യർ ഈ കടലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഫ്ലാറ്റെങ്കിലും മതി,
എന്ന് പറഞ്ഞ് അത് സ്വീകരിക്കുന്നത്. ഫ്ലാറ്റെങ്കിലും മതിയെന്ന് പറഞ്ഞ് സ്വീകരിക്കും. ഞങ്ങൾക്ക് കിട്ടിയ വാസയോഗ്യമല്ല. മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞാണ് തൂറിക്കൊണ്ട് കിടന്ന ആളുകൾക്ക് ഇന്ന് ഫ്ലാറ്റ് കൊടുത്തപ്പം അവളുകൾക്ക് ഭയങ്കര ഇതാണ്. പക്ഷെ ഞങ്ങൾ തൂറിക്കൊണ്ട് കിടന്ന ആളുകൾ ലക്ഷങ്ങൾ ചിലവാക്കി വീട് കെട്ടിയ ആളുകളാണ്. കടപ്പുറം മതിയായിരുന്നു, ഞങ്ങൾക്ക് രോഗമില്ലായിരുന്നു. കടപ്പുറം ഞങ്ങൾക്ക് മതി, ഞങ്ങൾക്ക് തിരിച്ചതാ. കടപ്പുറം തിരിച്ചതാ. ഞങ്ങൾ അവിടെ പോയി താമസമുള്ള നിങ്ങൾ ഫ്ലാറ്റ് എടുത്ത് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്കോ ആർക്കും ഉണ്ടെങ്കിലും കൊടുത്തു. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് വികസനമാണ്. അത് ഏറ്റവും കൂടുതൽ ഈ പെൻഷൻ ആദ്യം നിങ്ങൾ കൊടുക്കണം. 7 മാസം 8 മാസം 10 മാസം ആയ വ്യക്തികൾ വരെ ഉണ്ട്. വിധവകളാണ് അവർ ഒരു ഗുളികയ്ക്ക് വേണ്ടി പെടുന്ന പാടുകളാണ്. നിങ്ങൾ പ്രഖ്യാപിച്ചതാണ്, നിങ്ങളൊന്നും തരൂല എന്ന് പറഞ്ഞ് നിങ്ങൾ വരുന്നോ? അതിന് ഞങ്ങൾക്ക് പ്രശ്നം. നിങ്ങൾ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എൻ്റെ കുടുംബത്തിൻ്റെ 9 ഓട്ടുണ്ട്. 9 ഓട്ടുണ്ട്. കന്നി ഓട്ടാണ് എൻ്റെ മക്കൾ രണ്ടും ചെയ്യാൻ പോണത്. ഈ നാട്ടിലുള്ളവരാലും വോട്ട് ചോദിക്കാൻ ആരാണ് വരുന്നത് അവരെ ഞാൻ ഫോട്ടോ എടുത്ത് റെക്കോർഡ് ചെയ്യും. അവർ പറയുന്നവർക്ക് വോട്ടും ചെയ്യും. പക്ഷേ അവനെ വീട് കാലിയാക്കും. മൊത്തം ജനങ്ങളെയും കൊണ്ട് അവൻ്റെ വീട് കാലിയാക്കും. നിങ്ങളായിരുന്നാലും ശരി തന്നെ. ഇപ്പം നിങ്ങൾ വരുന്നത് വോട്ടിനുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതിനു മുമ്പ് ഞങ്ങളെവിടെ കണ്ടില്ലേ? നിങ്ങൾ കണ്ടോ ഇല്ലയോ? ആരെങ്കിലും ഒരു വ്യക്തികളും ഇവിടെ ഞങ്ങൾ ഒരു നാടകം വെച്ചപ്പം കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയതാണ്. ഏത് പാർട്ടിക്കാർക്ക് വേണ്ടിയാണ് നിങ്ങൾ നാടകം വെച്ചത്? ആരെതിരായിട്ടാണ് നാടകം വെച്ചത് ചോദിച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി എല്ലാം ചെയ്തു. പക്ഷെ ഞങ്ങളെ ഇടവക ഞങ്ങൾ അംഗീകരിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ഒന്ന് കയറി ഇരുന്ന് ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സൗകര്യമില്ല. ഒരു ബാത്റൂം ഇല്ല ഇവിടെ. ഇത്രയും സ്ത്രീകളാണ് ജീവിക്കുക. ഏതെങ്കിലും പരിസരത്ത് ഇത്രയും സ്ത്രീകളുണ്ടോ? ഇല്ല. ഇത്രയും പേരുന്ന് ജീവിക്കുന്ന ഭർത്താക്കന്മാരില്ലാത്തവരുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, എല്ലാ രോഗികളാണ് ഇവിടെ ഉള്ളത്. വിധവ ഭർത്താക്കന്മാരുണ്ടായിരുന്നിട്ട് രോഗം പിടിച്ച് കിടക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ജീവിക്കുന്നതിന് ഒരു ശോചനീയം ചെയ്യാനുള്ള ഒരു കക്കൂസ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം. ഈ പൈപ്പ് തന്നെ വെള്ളം ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് തരാതെ ഞങ്ങൾ 100 രൂപയിട്ട് പിരിച്ചെടുത്താണ് ഈ പൈപ്പ് ഞങ്ങൾ ഇവിടെ വെച്ചത്. എന്താണ് നിങ്ങൾ തന്നത്? അവിടെ ഒരു റോഡിന് ഇത്തിരി കുഴി കടന്ന് അവിടെ 10 രൂപ വെച്ച് പിരിച്ചാണ് ആ കുഴി ശരിയാക്കിയത്. പിന്നീടാണ് അവിടെ കീലിട്ട് വന്നത്. എന്താണ് നിങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്യുന്നത്? അത് ഞങ്ങൾക്ക് കാണിച്ചു തരും. ഒന്ന് റെക്കോർഡ് ചെയ്ത് ഇന്ന കാര്യങ്ങൾ ഇന്ന നാട്ടിന് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് കാണിച്ചു തരും. ഞങ്ങൾ വോട്ട് തരാം. മത്സ്യത്തൊഴിലാളികൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ ശരിയല്ല. എന്നുവെച്ചാൽ മത്സ്യത്തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ആനുകൂല്യവും ഇല്ല. അതുകൊണ്ട് നമ്മൾ നല്ലൊരു ഭരണം കിട്ടാൻ വേണ്ടി നല്ല നേതാക്കന്മാരെ ജയിപ്പിക്കുക. വിജയസാധ്യത എന്ന് പറഞ്ഞത് നല്ല വിദ്യാഭ്യാസമുള്ളവരല്ലേ വിജയിക്കണം. തരൂര് തന്നെ ജയിക്കും. ഇവിടെ തരൂര് തന്നെ ജയിക്കും. എങ്ങനെ ആര് കളിച്ചാലും തരൂരേ ജയിക്കത്തുള്ളൂ. കാരണം അയാള് 10 വർഷം ഇരുന്നിട്ട് നല്ല ചെയ്ത കാര്യങ്ങൾ ഒരുപാടുണ്ടല്ലോ. 15 വർഷം അയാൾ ജയിച്ചിട്ട് ചെയ്ത കാര്യങ്ങൾ ഒരുപാടുണ്ടല്ലോ. പുളിമുട്ട് വന്ന്, ഹാർബർ വന്ന്, NH റോഡ്, ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ അയാൾ ജയിക്കാതെ പിന്നെ ആര് ജയിക്കാനായിട്ട്? പന്നി രവീന്ദ്രൻ ഇരുന്നിട്ട് ജയിച്ചിട്ട് എന്തായാലും ചെയ്തിവിടെ ഒന്നും ചെയ്തില്ലല്ലോ. അയാൾ ഇപ്പോഴാണ് ഇലക്ഷൻ വരുന്നത്. തരൂര് വല്ലപ്പോഴെങ്കിലും ഇവിടെ വന്ന് നോക്കിക്കൊണ്ടു പോകും. ഇവിടെ അയാൾ ഇപ്പോഴല്ലേ വന്നത്. ഇന്ന് പ്രതികരിക്കാരെങ്കിലും ഉണ്ടോ? നമ്മുടെ 154 ക്രിസ്ത്യൻ പള്ളി അടിച്ചു പൊട്ടിച്ചല്ലോ. ഞങ്ങളുടെ കുരിശിൽ കൊടികെട്ടി. ഇതിന് ആരിനാണ് പ്രതികരിക്കുന്നത്? ബിജെപിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? അത് ജമ്മത്തിൽ വരത്തില്ല. കേരളത്തിൽ അവർ വരത്തില്ല. അത് ജമ്മത്തിൽ വരാത്തത്. ഇവിടെ വന്നാൽ ഇടത് അല്ലെങ്കിൽ വലതേ വരത്തുള്ളൂ. ഇവിടെ വലതേ വരത്തുള്ളൂ. ബിജെപിക്ക് സാധ്യതയില്ല. ഈ അദാനിക്ക് ഇതെല്ലാം തീരെ എഴുതി കൊടുത്ത് അവിടെ ഹാർബർ വന്നതിന് ശേഷം കടലെല്ലാം നഷ്ടപ്പെട്ട് ഇവർക്ക് കല്ലെല്ലാം അങ്ങ് അറ്റം മുതൽ ഇങ്ങറ്റം വരെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതാണ്ട് ഇവിടെ മാത്രം ഇല്ല. ഇനി ഈ ഇനി വരുന്ന ഇതിലും കടൽ കയറുമ്പോൾ ഇവിടെയും കല്ല് അടുക്കുമ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ഫ്ലാറ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ എവിടെ ജോലിക്ക് പോകും? ആ ജോലിക്ക് പോകുകയാണെങ്കിൽ പുത്തനാറിൽ പോയി മീൻ പിടിക്കാൻ പറ്റുമോ? ഇവർ ചുമ്മാ കുറച്ച് കല്ലിട്ടുകൊണ്ട് പോയിട്ട് കാര്യമില്ല. ഇവരെല്ലാം പേർക്ക് തീരെ എഴുതി കൊടുത്ത് ഇപ്പോൾ പാലം തന്നെ എഴുതി കൊടുത്തെന്ന് ഇരുന്നവരെല്ലാവരും ഒറ്റ മനുഷ്യരിവിടെ വന്നൊന്ന് തിരിഞ്ഞു നോക്കി എടുക്കുകയില്ല. ഈ പാലം ഒടിഞ്ഞ് 12 മാസവും അതുകൾ ഇന്ന് ഇത് കഷ്ടപ്പെട്ടിട്ട് ഇന്ന് ഉപജീവന മാർഗമായി ഉപയോഗിക്കുന്ന വ്യക്തികളുണ്ട്. മക്കൾ ദാ നിൽക്കുന്ന ഒരു പൊട്ടൻ, അവന് ആ ഒരു ചായവെള്ളം മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു മനുഷ്യരില്ല. അത് വന്ന് കൈനീട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവർ സുഖിക്കുകയാണ് എല്ലാവരും ഇന്നുകൊണ്ട്. എന്ത് ചെയ്യുന്നു?
6 മാസം 8 മാസം കൊണ്ട് പെൻഷനില്ല. ആ അമ്മയുടെ ഇത് ഭർത്താവിന് സുഖമില്ല, ക്യാൻസറാണ്. ഈ 8 മാസം കൊണ്ട് പലിശ കൊടുക്കാനില്ല. സ്നാങ്കി മേടിക്കണം ഒരാഴ്ചയിൽ 1500 രൂപ. ഇവർ 1600 രൂപ കൊടുക്കുന്നത്. 50 രൂപയ്ക്കുള്ള ആഹാരത്തിന് പോലും തികയാത്തത്. അതുവരെ പിടിച്ചിട്ടിട്ട് ദൂർത്തടിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പറയൂ. വേദനയുള്ളത് കൊണ്ടാണ് പറയുന്നത്. അവർ പെൻഷൻ കൊടുക്കുന്നില്ല, ജനങ്ങളുടെ കാര്യങ്ങൾ ഒന്നും അംഗീകരിക്കുന്നില്ല, എല്ലാത്തിനും പോകുന്നു. ഈ പാവപ്പെട്ടവരുടെ എതിരായിട്ട് അവർ പട്ടിണി കിടക്കട്ട്. ഭരിക്കുന്നവർക്ക് കഴിവില്ലെങ്കിൽ ഇറങ്ങിപ്പോട്ട്. എന്തിനു ഇരിക്കുന്നത്? നല്ല പാവപ്പെട്ടവരുടെ ഇത് തൊഴിലാളി എന്ന് പറയുന്നത്, ജനമെന്ന് പറയുന്നത്, ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് ഗവൺമെൻറ്റിനെ. ആ ഗവൺമെൻറ്റിനെ കൊണ്ടുവരണമെങ്കിലും നല്ല ഭരിക്കണമെന്ന് 10 വർഷം ഭരിച്ചതൊന്നും പോരെ. അവർക്ക് ജനങ്ങളുടെ കാര്യം ഒന്നും വേണ്ട, അവരവരെ കുടുംബത്തിൻ്റെ കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പാല കെട്ടിത്തരം നട്ടലുള്ള ഒരു സ്ഥാനാർത്ഥി ആരായിരുന്നാലും കഴിവുള്ളവൻ അവ ഈ പാവപ്പെട്ട എല്ലാ മത്സ്യത്തൊഴിലാളികളുടെ എല്ലാ കാര്യവും ഈ പാലം ശരിയാക്കി തരികയും കമ്പോലക്കാരുടെയും എല്ലാവരുടെ ഉപജീവന മാർഗത്തിനുള്ള എല്ലാം കണ്ടെത്തി കൊടുക്കാനുള്ള നല്ല തന്തയ്ക്കുള്ള പറഞ്ഞവനായിരിക്കണം വരുന്നത്. അല്ലാത്തവൻ ഭരിക്കേണ്ട ഇറങ്ങിപ്പോകും. വോട്ട് ചെയ്യും, പൈസ ആരാണ് നല്ലതെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അല്ലാതെ ദാണ്ട ഇന്ന് ഈ പാല ഒടിഞ്ഞപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്ത്, ദാണ്ട ഇയാൾ 3 പിള്ളേരെയും വയസ്സായ അമ്മേനെയും നോക്കുന്ന വ്യക്തിയാണ്. ദാണ്ട ഇത് പിടിക്ക്. ആ പാവം പൊട്ടനാണ്. അയാൾക്ക് ഒരു ചായ വെള്ളം മേടിച്ചു കൊടുക്കാൻ ആരില്ല. ദാണ്ട ഇരിക്കുന്ന എല്ലാവരും ഉണ്ട്. അവരുടെ ഭർത്താവ് ഏതാണ്ട് ബ്ലഡ് ഛർദ്ദിച്ച വ്യക്തിയാണ്. അയാൾ ഈ വെട്ടുന്ന ഇതിൽ കിട്ടിയിട്ടാണ് അയാൾ ജീവിക്കുന്നത്. എത്രയോ വിധവകളായ അമ്മമാരുണ്ട്, അവർക്ക് പെൻഷനേ കൊടുക്കുന്നില്ല. ഹെലികോപ്റ്റർ 80 ലക്ഷം രൂപയ്ക്ക് ഹെലികോപ്റ്റർ മേടിച്ചിട്ടിരിക്കുന്നത്. അയാളിപ്പോൾ എന്ത് ചെയ്യുന്നു? അയാൾ അതിൽ കറങ്ങിയാണോ? അല്ല, അയാൾ അവിടെ കൊണ്ട് ഇട്ടിട്ട് ആ വാടകയും കൊടുത്തിട്ട് ആ പണം എടുത്ത് എല്ലാവർക്കും പെൻഷൻ കൊടുക്ക്. അതെന്താ ചെയ്യാത്തത്? അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രയാസങ്ങൾ ഈ കമ്പോലക്കാരുടെയും എല്ലാവരും ഉപേക്ഷിച്ച്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അല്ലാതെ ഈ പാലത്തിന് നിങ്ങൾ ഇലക്ഷൻ തീരുന്നതിന് മുമ്പ് ആ പാലം ഒടിഞ്ഞിരിക്കുന്ന അതുകൾക്ക് ആ ഫ്ലാറ്റിൽ എന്തെങ്കിലും ഒരിത് ചെയ്ത് അവരുടെ ഉപജീവനം അവർ കൊണ്ടുവരുന്ന മത്സ്യമാണ് ഞങ്ങൾ വിൽക്കുന്നത്, ഞങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 2-3 ദിവസം കടലെടുത്തപ്പോൾ ഞങ്ങൾ നിലവിളിക്കുകയായിരുന്നു ദൈവത്തിന്. എന്തുകൊണ്ടെന്നറിയാമോ? ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ആ പാലമുണ്ടായിരുന്നപ്പോൾ അവർ ചെന്ന് ചൂണ്ടയിട്ട് കൊണ്ടുവരുന്ന ആ മത്സ്യം വരെ ഞങ്ങൾ വിറ്റ് പട്ടിണി തീർന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് ലക്ഷങ്ങളുടെ കമ്പോലയിട്ട് ആ ഇതെല്ലാത്തിലും 8-9 ലക്ഷം രൂപയുടെ കടത്തുകാരാണ്. എന്നെ പോലുള്ള എൻ്റെ ഞാൻ കമ്പോലുള്ളവർ എല്ലാവരും ഇന്ന് പട്ടിണി കിടക്കുന്ന വയസ്സന്മാർ. ആ പെൻഷൻ പോലും കൊടുക്കുന്നില്ല ആര്. അതുകൊണ്ട് ആരായിരുന്നാലും നല്ല ഇതായിട്ട് ജീവിക്കാൻ, അവരുടെ കുടുംബത്തിനെ നോക്കാതെ നല്ലതായിട്ട് ജീവിക്കുന്നവന് ആയിരിക്കണം സ്ഥാനാർത്ഥി. ആരായിരുന്നാലും ഞങ്ങൾക്ക് ആരെയും വിശ്വാസമില്ല. ഇപ്പോഴേ ഇലക്ഷൻ വരുമ്പോൾ അപ്പ അമ്മ എന്ന് പറഞ്ഞ് ഭിക്ഷ ചോദിച്ചുകൊണ്ട് പോകും, പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു നല്ല ഒരു ഇത് തന്നെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് നഷ്ടപ്പെട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. ഈ പാലം കൊണ്ട് ജീവിക്കുന്നത്, ഈ കടല കൊണ്ട് ജീവിക്കുന്നത്, ഏക്കരെല്ലാം മുകളിലിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വിഷമിച്ചിരിക്കുകയാണ്. ഏക്കരെല്ലാം മുകളിലേക്ക് 10-15 ലക്ഷം രൂപ ഞങ്ങൾക്ക് കടകമുണ്ട്. ഈ ഇറക്കിയാലല്ലേ ഞങ്ങൾക്ക് തള്ളാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ 8 വോട്ടുണ്ട്. ഈ 8 വോട്ടും പാഴാക്കത്തിൽ ആര് ജയിക്കുന്നോ അവർക്ക് ഈ വോട്ട് കൊടുക്കും. ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല. എൻ്റെ വീട്ടിൽ നല്ലത് ചെയ്ത് നടക്കാൻ പറയും. ഞങ്ങളുടെ വീട്ടിലെ 3 കുടുംബം താമസിക്കുന്നു. 2 പെമ്മക്കളെ കെട്ടിച്ചോട്. എൻ്റെ വീട്ടിൽ ഒരുപാട് കടഞ്ഞ് ഒരു മാർഗമില്ലാതെ ഞങ്ങൾ നിൽക്കുന്ന എൻ്റെ ഭർത്താവ്. ജീവിക്കാൻ മാർഗം ഒന്നും ഇല്ല. ഈ കടലൊന്ന് കല്ലളത്ത് ഒരു മാർഗം ഇല്ലാതിരിക്കുന്നു. ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് ഈ കടലേ ഉള്ളു. ഞങ്ങൾക്ക് തെങ്ങോട്ടാൻ പോകാൻ പറ്റൂല, തെങ്ങ് കിളയ്ക്കാൻ പോകത്തില്ല. ഒരു ഓഫീസ് വരുമാനം ഞങ്ങൾക്കില്ല, ഒരു ധനസഹായില്ല. ഈ കടല കൊണ്ടുള്ള വരുമാനമേ ഉള്ളൂ. ഈ കടലോട് മസ്തിരിച്ച് പോയ ഈ പാലം നല്ലാക്കിയ അവർ തുമ്പറഞ്ഞോ 500, 1000, 100, 200 കൊണ്ടുവന്ന് ഞങ്ങൾ തിന്നുന്നതാണ്. ഒരു നിയന്ത്രണം ഇല്ലാതെ കണ്ണുനീരോടെ ഞങ്ങൾ നിൽക്കുന്നു. ഞങ്ങൾക്ക് ഒരു കഥയും നടക്കുന്നില്ല. തിന്നാൻ പോലും പറ്റുന്നില്ല, കട നീക്കാൻ പോലും പറ്റുന്നില്ല. ആരും നിങ്ങൾ ജയിച്ചു പോകണം, നിങ്ങൾക്ക് വോട്ട് ഞങ്ങൾ തരുന്നില്ലെന്ന് പറയുന്നില്ല. നല്ല കാര്യം ഒതുക്കി വിട്.
നല്ല കാര്യം ഒതുക്കുന്നില്ല ആരാ. ഇനി എന്തിനാണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അത് തന്നെ പറഞ്ഞ വല്ല വിഷം കിട്ടിയെങ്കിൽ ഞങ്ങൾ മരിച്ചേനെ. കടം തീർക്കാനും പറ്റുന്നില്ല, പലിശ കൊടുക്കാൻ പറ്റുന്നില്ല, തിന്നാനും പറ്റുന്നില്ല. രോഗം വരുമ്പോൾ രോഗത്തിന് ചിലവാക്കണ്ടേ? വലിയ ആശുപത്രിയിൽ പോയാൽ 2 ഗുളികയെ വല്ലതും തന്നുവിടും. അതിലെ കൂടിപ്പോയാൽ മറ്റുള്ള ആശുപത്രി പോകാൻ പോലും പണമില്ല. എന്തിനു ചെയ്യണം? എന്തിനു ഞങ്ങൾ എന്തിനു ചെയ്യേ? നന്മ നടത്താൻ പറയപ്പാ. ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ള വിഷമം ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത വിഷമം കൊണ്ടാണ് ഞങ്ങളെ പിടിച്ചു നിൽക്കുന്നത്. രൂപ എത്ര 5000 രൂപയാണ് ഒരു ദിവസം പോകാൻ മാത്രം. വരുമ്പോൾ അതേപോലെ 5000 തിരിച്ചു ചെയ്യണം. 10,000 രൂപ കിട്ടുമോ കടലിൽ കൂടി പോയാൽ 2000 രൂപ 3000 രൂപ കിട്ടും. പിന്നെ വണ്ടി കൂലി എന്ത് ചെയ്യുക, പെട്രോൾ എന്ത് ചെയ്യുക, മന്ത്രം എന്ത് ചെയ്യുക? അപ്പം നാട്ടുകാർ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ നാട്ടുകാർ പിടിക്കാം. കണ്ട രാജ്യത്ത് പോകണം നമുക്കെല്ലാം കിട്ടുമോ? ഒന്നും കിട്ടൂല. അപ്പോൾ ഏതെങ്കിലും നടപടി എടുത്താൽ തന്നെ നമ്മളെ ജീവിതം ഓടും. അല്ല ജീവിതം ഓടൂല ഇവിടെ. പറയാൻ മനസ്സിലായേ? അവർ ജയിച്ചാൽ അവർ പോകും. ബാക്കിയുള്ളവർ ഇവിടെ എന്ത് ചെയ്യും? എന്താ പാലം നിസ്സാരം വളഞ്ഞവർ ഒരുത്തനൊന്നും നോക്കിയില്ല. ഇവിടെ പാലം ഒടിഞ്ഞവരൊന്നും നോക്കിയില്ല. വോട്ടിന് വേണ്ടി എല്ലാവരും വരും. വോട്ടിന് വേണ്ടി എല്ലാവരും വരും. ബാക്കി സാധനം വന്നാൽ ഒന്നും നോക്കൂല. ഇപ്പം വിളിഞ്ഞ് വേറെ നേരത്തുനിന്ന് എനിക്ക് ഇമാർ വെളിത്തിറങ്ങുമോ? വെളിത്തിറങ്ങും വരും അവന്മാർ. ആരും വരില്ല വെളിത്തിറങ്ങി. അത് മനസ്സിലായേ? വലിയറാടന്മാർ കൊള്ളായിരുന്നു. വലിയറ കാലമെല്ലാം ഒറ്റക്കാട്ടിൽ നിന്ന് ഇമാർ ഒത്തിരി വരില്ല വോട്ടിടാൻ വേണ്ടി. ഞാനിടെ ഒരു പാലം നഷ്ടപ്പെട്ടു പോയി. പാലം നഷ്ടപ്പെട്ടു പോയാൽ അത് നോക്കണം. ഇത് എന്തൊരു ചെയ്യണം? അവർ കെട്ടിക്കൊടുക്കണമെന്ന് നോക്കണം. പാലം വളഞ്ഞപ്പോൾ ആരുമില്ല, പാലം ഒടിഞ്ഞപ്പോൾ ആരുമില്ല. ഇപ്പോൾ വോട്ടിന് വേണ്ടി എല്ലാവരും വരും കടപ്പുറത്ത്. ഇപ്പം മത്സ്യത്തൊഴിലാളി വോട്ട് ചെയ്ത് വോട്ട് എല്ലാവരും വോട്ട് ചെയ്ത് വോട്ടില്ലേ? വീട്ടുകാർ 8 വീട്ടുകാർ 8 വോട്ടുണ്ട്. 8 വോട്ടാണെങ്കിൽ നഷ്ടപ്പെട്ട് കിട്ടുന്നത്. 8 വോട്ടുണ്ട്. 8 വോട്ടും പാടാക്കാതെ ഞങ്ങൾ ചെയ്യും. കൈപ്പത്തിയ കാൽപ്പത്തിയല്ല. നാട്ടിൽ നന്മ ചെയ്തു പോ. ഞങ്ങൾ 8 വോട്ട് കിട്ടിയരാം. ഞാൻ പാഴാക്കത്തില്ല. ഞങ്ങളുടെ 8 വോട്ട് നല്ലതായിട്ട് ചെയ്തു പോ. ഇത്രയും മന എരിച്ച് ഈ കടല് കിടക്കുന്നത് കണ്ട വെള്ളം ഇളക്കിയ ഞങ്ങൾക്ക് തൂളായിട്ട് പോവോ? ഈ കല്ല് കണ്ട കല്ല് എങ്ങനെ കിടക്കുന്നു? അല്പം നേരം 3, 4, 5 ലക്ഷം രൂപ 1 ഏക്കർ ഇറക്കിയാൽ ഞങ്ങൾക്ക് നഷ്ടം. നല്ലതാക്കാൻ ആരുണ്ട്? ഏത് മന്ത്രി ഉണ്ട്? വരാൻ പറ വലിയറെ നല്ലതാക്കി വെച്ചിട്ട് വോട്ടാ കേള്. ഇവിടെ നിന്ന് ഒരു സ്ഥലത്തോട്ട് നമ്മൾ വേറെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഏക്കറുകളും കാര്യങ്ങളും ഒക്കെ എങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അവരവിടെ നിന്ന് വണ്ടി പിടിച്ച് വേണം ഇവിടെ വരേണ്ടത്. അപ്പം നമ്മുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് കരയുണ്ടാക്കിയിട്ട് കടലിൽ നിന്ന് മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് എന്നിട്ട് പുളിമുട്ടും ഈ പാലം ആദ്യം കെട്ടിത്തന്ന് പുളിമുട്ട് ഓരോ ഇവിടുന്ന് അങ്ങ് വരെ പുളിമുട്ട് ഇട്ട് ഈ തീരം സംരക്ഷിച്ച് തരണം. പിന്നെ അതുപോലെ എൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ റോഡ് 2 സെന്റും 2.5 സെന്റ് സ്ഥലമുള്ള സ്ഥലത്ത് നിന്ന് റോഡ് വികസനം എന്നും പറഞ്ഞ് അവർ വീണ്ടും നമ്മുടെ സ്ഥലം എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഈ റോഡ് ഈ തീരദേശത്തിൽ ഇപ്പോൾ ഇത്രയും വലിയൊരു ഇതുണ്ട്. ഈ റോഡ് മാത്രം സംരക്ഷിച്ചിരുന്ന പാവപ്പെട്ട ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ കാര്യങ്ങളും നടക്കണ്ടേ? അപ്പം അതൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വരണം. ഒരു മാറ്റം സംഭവിക്കണം. ഇനി ഇതുവരെ ഉള്ള കാര്യങ്ങളല്ല, ഇനി മുന്നോട്ടൊരു മാറ്റം നമുക്ക് സംഭവിക്കണം. അതുകൊണ്ട് നല്ല രീതിയിൽ ആര് വരുന്നോ അവർക്ക് നമ്മൾ വോട്ട് ബഹിഷ്കരിക്കുന്നില്ല. ഞങ്ങളുടെ വോട്ട് ഞങ്ങൾ ചെയ്യും. തീരദേശത്തെ വോട്ട് ആർക്കായിരിക്കും? തീരദേശത്ത് ജനതകൾ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങളെല്ലാം ഇത്തവണ വോട്ട് ചെയ്യും. അതൊരു മാറ്റം ആവശ്യമാണ്. കാരണം 10 ജനങ്ങളുടെ പ്രത്യേകിച്ച് മത്സ്യമേഖലയിൽ ദുരിതത്തിലാണ്. ഈ കഴിഞ്ഞ 6 മാസമായിട്ട് മത്സ്യമില്ലാതെ ആൾക്കാർ ബുദ്ധിമുട്ടുകയാണ്. പിന്നെ ഇവിടത്തുള്ള പ്രശ്നങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ശ്രദ്ധയും ചെലുത്തുന്നില്ല. നിരവധി ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങളെല്ലാം നിർത്തിയിട്ടിരിക്കുകയാണ്. ഒന്നും സർക്കാർ വിതരണം ചെയ്യുന്നില്ല. അറ്റ്ലീസ്റ്റ് അവസാനം പെൻഷൻ പോലും ആൾക്കാർക്ക് കിട്ടാത്ത അവസ്ഥയിലേക്ക് സർക്കാർ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ മതവിദ്വേഷം നടത്തുമ്പോൾ ഇവർ സാമൂഹ്യക്ഷേമ പദ്ധതികളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ദൂർത്തടിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു പ്രതിഷേധം തീരദേശ ജനത ഈ ഇലക്ഷനിൽ പ്രതിഫലിപ്പിക്കും. നിങ്ങൾക്ക് കുടുംബമുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, സഹോദരങ്ങളുണ്ട്. ഈ വയ്യാത്ത കിളവന്മാർക്കും കിളവിയക്കും 1600 രൂപ കൊടുക്കുന്നത് അത് 7 മാസം ഇട്ട് കൂട്ടിയിരിക്കുകയാണ്. ഈ 7 മാസത്തിൽ അവരെ കളിയാക്കുന്നത് കണക്ക് 1 മാസത്തെ പെൻഷനാണ് അവർ ഇട്ട് കൊടുത്തത്. പിന്നെ 6 മാസത്തെ പെൻഷൻ എവിടാ? ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം? പറ. ഇത് 7 മാസമായ ഇപ്പോൾ 1 മാസത്തെ പെൻഷനല്ലേ കൊടുത്തുള്ളൂ.
ഒരു മരുന്ന് മേടിക്കാനോ ഒരു ഗുളിക മേടിക്കാനോ ഒരു വെള്ളം മേടിച്ച് കുടിക്കാനോ 10, 60, 70, 80 വയസ്സായ കിളവന്മാരുണ്ട്. അവർക്കെല്ലാം ഇത് കൊടുക്കാതെ ഇവർ ഞങ്ങൾ ഇലക്ഷനിൽ നിൽക്കുന്നത് എന്തിനാ നിൽക്കുന്നേ? കുടുംബം വളർത്താൻ നിൽക്കുന്ന ആർക്ക് വോട്ട് ചെയ്യൂല മോനെ. എൻ്റെ ആരടിച്ചു വന്നാലും എനിക്ക് കുഴപ്പമില്ല. വോട്ട് ചെയ്യും. കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യും. കാരണം ഇന്ത്യ മതേതരത്തെ ഇന്ത്യയായിട്ട് തന്നെ നിലനിർത്തണം എന്ന് ക്രിസ്ത്യാനികളായ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മണിപ്പൂരിൽ യുവതികളെ പരസ്യമായിട്ട് നഗ്നരാക്കി ബലാത്സംഗം ചെയ്യുന്ന ആ ഒരു അവസ്ഥയും ക്രിസ്ത്യാനികളെ ഒന്നടക്കം കൊന്നൊടുക്കുന്ന ഒരു അവസ്ഥയും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ മോദിയുടെ ഭരണമായിട്ട് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും മോദിയുടെ ഭരണമായിട്ട് മോദി ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. രാഹുൽ ഗാന്ധി ചങ്കുറപ്പുള്ള ഇന്ദിരയുടെ കൊച്ചുമുഖൻ പോകുന്നുണ്ട്. ജോഡോ യാത്രയും ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് ഇന്ത്യയെ രക്ഷിക്കുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഗാന്ധി കുടുംബത്തിൽ നിന്ന് തന്നെ ഭരണം തുടരട്ടെ. കൈപ്പത്തിക്ക് വോട്ട് ചെയ്തിരിക്കും. ശശി തരൂർ ജയിച്ചിരിക്കും. ഇന്ന് അതായത് സമൂഹം ചോദിക്കുന്നുണ്ട് ശശി തരൂർ എന്ത് ചെയ്തു എന്ന്. 68 പേജുള്ള വികസന രേഖ ശശി തരൂർ പുറത്തിറക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസമുള്ള ആർക്ക് വേണമെങ്കിലും ഇത് വായിക്കാം. ശശി തരൂർ എന്ത് ചെയ്തു എന്നതിന് കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. 68 പേജുള്ള ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ഇത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ ശശി തരൂർ തന്നെ ജയിക്കും. കോൺഗ്രസ് ഇന്ത്യ ഭരിക്കും. ഇന്ദിരയുടെ കൊച്ചുമകൻ ഇന്ത്യ ഭരിച്ചിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ കോൺഗ്രസ് വന്നാലേ ഞങ്ങൾ പെണ്ണുങ്ങൾക്കൊക്കെ വെളിയിലിറങ്ങി നടക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിവിടെ എല്ലാവർക്കും ഇപ്പം പേടി. നമുക്കിപ്പോൾ ഇറങ്ങാൻ കൊച്ചു പിള്ളേരെ കൊല്ലുന്നതും കൊച്ചുള്ള ജീവനോടെ വെട്ടി കൊല്ലുന്നതും ഇതിനൊക്കെ കണക്കാക്കിയിട്ട് നമുക്ക് കോൺഗ്രസ് വരണം. വരണം, കോൺഗ്രസ് വരണം. ഭയം ഇല്ലാതെ ഞങ്ങൾക്ക് നടക്കണമെങ്കിൽ കോൺഗ്രസ് വരണം. പിന്നെ ഇവിടെ നടക്കേണ്ട കാര്യങ്ങൾ തമിഴ്നാട്ടിൽ എന്താണ് ചെയ്യുന്നത് അത് ആര് ജയിച്ചാലും തമിഴ്നാട് എന്താണ് ചെയ്യുന്നത് അതേപോലെ ഇവിടെ ഞങ്ങൾക്ക് ചെയ്തു തരണം. നമുക്ക് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ അടകൂടി കിടക്കുന്നതാണ്. നമുക്ക് ആരില്ല, നമുക്കും ജോലി ചെയ്യാം. വീട്ടിൽ ഞങ്ങൾക്ക് വയസ്സായ അമ്മ ഒരു ഭർത്താവ് അറ്റാക്ക് എന്നാണ്. ഇവിടെ ഒന്ന് കുത്തിയിരുന്നാലേ ഞങ്ങൾക്ക് 10 രൂപ കിട്ടുകയുള്ളൂ. ഈ പാലവും കൂടെ ഞങ്ങൾക്ക് ശരിയാക്കി തരണം. സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ വന്നിരുന്നോ? സ്ഥാനാർത്ഥികൾ ഞങ്ങൾ ദുഃഖ വെള്ളിയാഴ്ചയുടെ അന്ന് ഞങ്ങൾ ശശി തരൂരിനെ കാണുന്നു. അതിനു മുമ്പേ BJPയിലെ ആൾ വന്നു. 2 പേരെ കണ്ടു. കമ്മ്യൂണിസ്റ്റുകാർ ഇത് കണ്ടില്ല ഇതുവരെ. അവർ വന്നില്ല. ഇനി മേൽ വരുമായിരിക്കും. ഒരു ഓട്ടമുള്ള നമ്മളൊന്നും തീരുമാനിച്ചിടും ആർക്കെങ്കിലും. നമുക്കുള്ള വ്യക്തി നമ്മൾ ചെയ്തോളൂ. നമുക്ക് ഇന്നാക്കിനെ ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായ ഒരു ഓട്ടിൻ്റെ അവകാശമാണ് ഞാൻ നോക്കി ആർക്കാണ് ചെയ്യണമെന്നുള്ളത് തീരുമാനിച്ച് ചെയ്യും. അത് പറയാൻ പറ്റും. പിന്നെ വോട്ട് വീഴുന്നതൊക്കെയല്ലേ വിജയിക്കുള്ളൂ. നമുക്ക് പ്രയോജനം ഇല്ലല്ലോ. നമുക്ക് പ്രയോജനിക്കാൻ അറിഞ്ഞുകൂടാ. പ്രയോജനം നമുക്കില്ല. അതുകൊണ്ട് വോട്ട് വീണാൽ ജയിച്ചിരിക്കും. ഏതെങ്കിലും ഒരു വ്യക്തി ജയിച്ചിരിക്കും അല്ലേ. ഇന്നാൾ ജയിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ജനങ്ങളെ കയ്യിലാണ് ഇരിക്കുന്നത്. ആർക്കാണ് വോട്ടിട്ട് കൊടുക്കുക അവർ ജയിച്ചിരിക്കും. 3 പേര് നിൽക്കുന്നുണ്ട്. ഇവർ മാറി മാറി തന്നെയാണ് കളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും ജയിക്കാൻ നമ്മൾ വോട്ട് തോന്നി ഇടുന്നാലും ജയിക്കും. അത്രയേ പറയാൻ പറ്റുള്ളൂ. ഇന്നാൾ ജയിക്കുമെന്ന് പറയാൻ നമ്മളൊന്നും കാണുന്നില്ല. നമ്മൾ തമ്മിലൊന്നും പറയില്ല. നമുക്കൊരു വോട്ടുണ്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെടും. കുടുംബം അത് പിന്നെ പക്ഷെ നമ്മളൊരാളെ സ്ഥാനാർത്ഥിയാക്കണം. അത് ഇനിയിപ്പോൾ അത് ചെയ്യും. ബില്ല് വാങ്ങിക്കുന്നു. ഇപ്പം ഫ്രീ ആയിട്ട് അവൻ 7000 രൂപയ്ക്ക് ഗ്യാസ് ഊറ്റി അടുപ്പും കൊടുത്ത് അത് കൊടുത്തിട്ട് സ്വർണത്തിന് അവൻ 60,000 രൂപയാക്കി. ആരാണ് ഇതിനെ നിയന്ത്രിച്ച് കൊണ്ടുവരാനിരിക്കുന്നത്? അന്നേരം നിന്ന് കഴിക്കുന്ന ആണും പെണ്ണും കൂടെ ജോലി ചെയ്ത മക്കളെ വളർത്താൻ മാർഗമില്ലാതെ കിടക്കുന്ന കൂട്ടത്ത് അവൻ ജയിക്കും മുൻപേ തന്നെ 60,000 രൂപ സ്വർണത്തിനാക്കി. മോനെ ഫ്രീ കണക്ഷൻ എന്ന് പറഞ്ഞ് പൈപ്പ് കൊണ്ടുവച്ച് അതിനിപ്പോൾ പൈസ അടച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 7000 രൂപയ്ക്ക് അവൻ അടുപ്പും ഗ്യാസ് ഊറ്റിയും കൊടുത്ത് ഇലക്ഷൻ തീർന്നുകൊണ്ട് അവൻ്റെ പൈസ പിരിക്കാൻ വരും. എന്തരാണ് ന്യായം നാട്ടിൽ? ഇത് നാട്ടിൽ ന്യായമോ? ഇവിടെ കുറച്ച് എരപ്പാളിമാർ പറയുന്നു മോദിക്ക് കുത്തി കൊടുക്കാനെന്ന്. അവൻ എന്തരാണ് ഇവിടെ ചെയ്യുന്നത്? അവൻ പാലം ചെയ്യണ്ട. പാലം അങ്ങനെ കിടക്കട്ടെ. അവൻ പാലം നൊട്ടണ്ട. ഞങ്ങൾക്ക് പാലം നൊട്ടണ്ട. വലിയറക്കാർക്ക് അറിയാമെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ അവിടെ കിടക്കട്ടെ. ഞങ്ങളുടെ പാരമ്പര്യമേ ഞങ്ങൾ കൈയാണ് കണ്ടിട്ടുള്ളത്. കൈയാണ് പച്ച കോൺഗ്രസ്സാണ് ഞങ്ങളുടെ വലിയ തുറമുഖം എന്ന് പറയുന്നത്. ഈ 56 രാജ്യത്തെ പേര് കേട്ട തുറമുഖമാണ് ഈ വലിയ രാജ്യം. അതും കൂടെ അവൻ പിടിച്ചെടുക്കാനാണ് ഇവിടെ 5-6 കാവൂസിനെ പിടിച്ചു വച്ചിരിക്കുന്നത്. ഒരു കുപ്പി ബ്രാൻഡിയിൽ 9 കുപ്പി വെള്ളവും ചേർത്ത് അവന് കൊടുത്തിരുന്ന അവൻ കൊണ്ട് താമരയ്ക്ക് കുത്തും. അപ്പം ഈ വർഷം അവൻ കുത്തൂല. ഒരു വർഷം സ്വർണത്തിന് 60,000 രൂപ ആക്കിയവൻ കൊത്തൂല.
ഇനിയിപ്പോൾ ഗ്യാസിൻ്റെ പൈസ പിരിക്കാൻ ആളെ വിടും, എല്ലാത്തിനും കൂട്ടി കൂട്ടി വിടും, എല്ലാ സാധനങ്ങളും വില കയറ്റി വിടും. അപ്പോൾ എന്തിനാണ് ചെയ്യുന്ന മക്കളെ? നാട്ടിൽ എന്തിനാണ്? പക്ഷേ കോൺഗ്രസ്സുകാർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് ഇവൻ പിണറായി വിജയനെ അവൻ്റെ കാലാവധി കഴിഞ്ഞ് എല്ലാം കൈകടത്തി. അവൻ കൈകടത്തിയപ്പം അവനെ എല്ലാവരും കൂടെ പൊക്കി വിടും. അവൻ കള്ളക്കളി കളിച്ചോണ്ടിരിക്കുന്നു. കള്ളക്കളി കളിച്ചോണ്ട് അവൻ ഇടയിൽ കൂടെ വേറെ കളിക്കുന്നു. ഞങ്ങൾക്കിതൊന്നും കാര്യങ്ങളല്ല. അവനാണ് പെൻഷത്തിൽ 1500 രൂപ ആക്കിയത്, ഇല്ലെന്ന് പറയൂല. അത് പിന്നീട് 100 രൂപ കൂട്ടിയത്. 8 മാസത്തെ പെൻഷത്തിൽ 1 മാസത്തെ പെൻഷൻ ഇട്ട് കൊടുത്ത്. ഈ പെൻഷൻ കൊടുക്കേണ്ട കാര്യം എന്ത്? അവൻ്റെ വീട്ടിലെ വകയാണ്, അവൻ്റെ വീട്ടിലെ വകയാണ് ഈ പാവപ്പെട്ട പൈസ എന്ന കിഴവിമാർക്ക്. ഞാൻ ഇത് ചെയ്യുന്ന ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പറ്റു വെച്ചാണ് മീനെടുത്ത് വാങ്ങിക്കുന്നത്. ഞാൻ പറ്റു വെച്ചാണ് ഗുളിക വാങ്ങിക്കുന്നത്. ഇതിൽ എപ്പോഴും കിട്ടുമോ മോനെ? ഒരു ദിവസം കിട്ടും, 5 ദിവസം കിട്ടില്ല. ഇതാണ് കടപ്പുറം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഞങ്ങളുടെ നിന്ന് അവൻ ഇടിച്ച് പിഴിഞ്ഞെടുക്കേണ്ട കാര്യം എന്തിനാണ്? എന്തൊരാവശ്യമാണ് അവൻ ഇടിച്ച് പിഴിഞ്ഞെടുക്കുന്നത് ഞങ്ങളെ കൊണ്ട്? അതിൻ്റെ കാര്യം എന്തിനാണ്? സാധനങ്ങൾ വില കുറയ്ക്കുന്നവൻ ഇല്ലല്ലേ? ഒന്നും അവൻ ഫ്രീ ആയിട്ട് കൊടുക്കണ്ട, സാധന വില കുറച്ചാൽ മതി. അവൻ്റെ കുടുംബസ്വത്തല്ല ഞങ്ങൾക്ക് തരുന്നത്. കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളി കഷ്ടപ്പെടുന്നതിൻ്റെ ഓഹരിയാണ് ഞങ്ങൾക്ക് തരുന്നത്, അറിയാമോ? അല്ലാതെ അവൻ ചുമ്മാ അല്ല ഞങ്ങൾക്ക് തരുന്നത്. ആണുങ്ങൾ പൈസ ഇടുന്നു, വീഴുന്നവർക്ക് വീഴുന്നു, വീഴാത്തവർക്ക് വീഴുന്നില്ല. ഇതാണ് ഇവൻ്റെ ജോലി. അവൻ ഒരു മാസത്തിൽ 6 മാസമാകുമ്പോൾ കണക്കെടുപ്പിന് നടക്കുകയില്ലേ? അവൻ കണക്കെടുക്കുന്നവൻ എന്ത് കണക്ക് ക്ലിയറായിട്ട് എടുക്കാത്തത്? മത്സ്യത്തൊഴിലാളിക്കാർ പൈസ അടയ്ക്കുന്നു, 1500 രൂപ അടയ്ക്കുമ്പോൾ അവൻ 4500 രൂപ കൊടുക്കുന്നു. വീഴുന്നവർക്ക് വീഴുന്നു, വീഴാത്തവർക്ക് വീഴുന്നില്ല. ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? ഇവനെ പിടിച്ച് ഇവിടെ നിർത്തിക്കൊന്ന് ഞങ്ങളെല്ലാവരും പൊന്നുപോലെ പറത്തിക്കൊണ്ടുപോയി. ഇന്നിവിടെ പറത്താനൊന്നും ഇല്ല. എൻ്റെ പാരമ്പര്യം ഞാൻ കണ്ണൂർന്നപ്പോഴേ ഉള്ള പാലമാണിത്. ഇവിടെ ഇരിക്കുന്നതെല്ലാം വരുത്തരാണ്. അതിപ്പോൾ ഒടിഞ്ഞു കിടക്കുകയാണ്. മോദി ശരിയാക്കണ്ട. മോദി വരുവാ? കോൺഗ്രസ്സുകാർ നമ്മൾ പാരമ്പര്യം അത് തന്നെ മോനെ. ഇല്ല, നമ്മൾ പാരമ്പര്യം അത് തന്നെ. ഇനി മരണം വരെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയത് അത് അവർക്ക് തന്നെ. ഇനി ഞങ്ങൾക്ക് എത്ര വോട്ടുണ്ടോ അത്ര അവർക്ക് തന്നെ ഞങ്ങളുടെ വീട്ടിൽ. അതായത് മത്സ്യത്തൊഴിലാളികൾ വളരെ വികാരപരമായാണ് നമ്മളോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് മത്സ്യത്തൊഴിലാളികളുണ്ട്. വിനയത്തോടെ അത്ര അരികത്തിൽ നിൽക്കുന്ന ഒരു ജനനേതാവാണ് പന്ന്യൻ രവീന്ദ്രൻ. അതുകൊണ്ട് പന്ന്യൻ രവീന്ദ്രൻ ജയിക്കും. ഇവിടുത്തെ വികാരമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ കേന്ദ്ര സർക്കാർ നമ്മളെ കേരളത്തോട് കാണിക്കുന്ന അവഗണനയല്ലേ? അതൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ല. അല്ലാതെ ഈ നമ്മുടെ സർക്കാർ ക്ഷേമ പെൻഷൻ മുടക്കിയിട്ടിട്ടില്ല. ഇത് ജനങ്ങളുടെ സർക്കാരല്ലേ. ഇത് കേരള ജനതയോട് കാണിക്കുന്ന അവഗണന. അതുകൊണ്ട് പെൻഷൻ കാര്യങ്ങളൊക്കെ മുടക്കി. ഇപ്പോൾ അതൊക്കെ നടപ്പിലാക്കിയല്ലോ. BJP ഒരു സാധ്യത ഇവിടെ മെയിനായിട്ട് ഞാൻ തീരദേശ ഇതാ പറയുന്നത്. ഇവിടെ ശശിയൻ നല്ല വ്യക്തി, ഒന്നും ചെയ്തില്ലെങ്കിൽ നല്ലൊരു വ്യക്തി. ഇവിടെ സ്ഥലങ്ങളില്ല, അതുകൊണ്ട് അയാൾ നേരിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാൻ വേണ്ടി സ്ഥലം കാണിച്ചിട്ട് ഞാൻ എന്താണ് ചെയ്യാൻ. അയാൾ മെട്രോപൊളിറ്റി എല്ലാ ഹൈവേ എല്ലാം മെയിനായിട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ട്രിവാൻഡ്രം മാറ്റിയ ഒരു വ്യക്തിയാണ് ശശി തരൂർ. മെയിൻ ഇവിടെ ശശിയായി. പക്ഷേ ഇപ്പം കമ്മ്യൂണിസ്റ്റിനെ ആകാൻ ഇതില്ല. BJP അവർക്ക് ഇവിടെ സപ്പോർട്ടുണ്ട് തീരദേശത്ത്. ഇപ്പം ഇയാളെ ഒന്നും ചെയ്യാത്തതുണ്ട്. അങ്ങനെ ആൾക്കാർ ഒരുപാട് മാറി. ശശീനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അയാൾ ചോദിച്ചു നിങ്ങൾ സ്ഥലം കാണിച്ചു തരും, നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരാം. കടല കാണിച്ചു കൊടുത്ത് ഒരു കപ്പൽ കെട്ടിയതിനെ കടല കാണിച്ചു കൊടുത്താൽ ഒരു കപ്പൽ കെട്ടിയതിന് രാജീവ് ചന്ദ്രശേഖറാണ് ഇവിടുത്തെ മത്സരം ഇപ്പം നടക്കുന്നത്. വേറെ ഒന്നുമില്ല. സാധ്യത അയാൾ തിരിഞ്ഞേ നോക്കിയില്ല. പന്ന്യൻ രവീന്ദ്രൻ 20 വർഷം മുമ്പ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കടൽപ്പാലം മുതൽ പെൻഷൻ വരെ നിരവധി വിഷയങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ചർച്ചാ വിഷയമാകും എന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. ഈ പാലം മുതൽ എല്ലാ വിഷയങ്ങളും ഇവർ നേരിടുന്ന ചെറിയ പ്രശ്നങ്ങൾ വരെ ഈ തിരഞ്ഞെടുപ്പിൽ ബാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.